ഗബ്രി ഇല്ലാതെ എന്ത് മദേഴ്സ് ഡേ? ഗബ്രിക്കും മദേഴ്സ് ഡേക്കും എന്താ ബന്ധം എന്നല്ലേ? ജാസ്മിൻ ഉമ്മയ്ക്ക് എഴുതിയ കത്തിലുമുണ്ട് ഗബ്രി. ബിഗ് ബോസ് കൊടുത്തത് അമ്മയ്ക്ക് വേണ്ടി ഒരു കത്ത് എഴുതാനാണ്. അതിൽ അമ്മയുടെ വിശേഷങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ജാസ്മിൻ പറഞ്ഞത് എന്താണെന്നറിയാമോ? അമ്മേ, എനിക്ക് ഇവിടെ ബിഗ് ബോസിലും ഒരു ഉമ്മയെ കിട്ടി. നിങ്ങളുടെ അത്ര ഒന്നും പറ്റത്തില്ലെങ്കിലും എനിക്കിവിടെ എല്ലാമായിരുന്നു ഗബ്രി. ഞാൻ ഉമ്മയെപ്പോലെയാണ് കണ്ടത്. അതുപോലെ തന്നെ എൻ്റെ സന്തോഷവും ആശ്വാസവും എല്ലാം അവനായിരുന്നു. പക്ഷേ ഇപ്പോൾ അവൻ ഹൗസിൽ നിന്ന് ഔട്ടായി. അങ്ങനെ ഞാൻ ഒറ്റയ്ക്കായി. ഞാൻ ആകെ സങ്കടത്തിലാണ്. പെട്രോളൊക്കെ തീർന്നിരിക്കുകയാണ്. സത്യം പറയാലോ, പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെയാണ് ഉമ്മയ്ക്ക് എഴുതിയ കത്തിൽ ജാസ്മിൻ പറഞ്ഞത്. അത് കണ്ട് ആളുകൾക്കൊക്കെ സങ്കടം വന്നിട്ടുണ്ട്. ജാസ്മിൻ വളരെ കരച്ചിലോടുകൂടിയും ഇമോഷണലിയും ഉള്ളിത്തട്ടിയും ഇപ്പോഴും ഗബ്രിയെ ഓർക്കുന്നു എന്ന രീതിയിലാണ് ഉമ്മയ്ക്ക് എഴുതിയ കട്ടിൽ എൻ്റെ ഇവിടുത്തെ ഉമ്മ ഗബ്രിയാണെന്നുള്ള രീതിയിൽ പറഞ്ഞത്. അപ്പം ഇപ്പോൾ ഫ്രണ്ടല്ല, ലവറല്ല, ഇപ്പോൾ ഉമ്മ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അതിനുശേഷം ഒക്കെ ജാസ്മിൻ വളരെ ഹാപ്പിയാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, ജാസ്മിൻ ഇങ്ങനെ പറഞ്ഞിരുന്നു, അവൻ സീക്രട്ട് റൂമിലല്ല ഗബ്രി ഉള്ളത്, ഈ ആഴ്ചയും വന്നില്ലെങ്കിൽ ഞാൻ ഈ ആഴ്ച ക്വിറ്റ് ചെയ്ത് പോകുമെന്ന് ജാസ്മിൻ ഒരു വാക്ക് പറഞ്ഞിരുന്നു. ജാസ്മിൻ അതിനെക്കുറിച്ച് മിണ്ടിയിട്ടേയില്ല. ലാലേട്ടന് ഒട്ടും ചോദിച്ചില്ല. ലാലേട്ടന് വേണമെങ്കിൽ തമാശയ്ക്ക് ചോദിക്കാമായിരുന്നു, ജാസ്മിൻ എന്താ പോകാത്തത്, വന്നില്ലല്ലോ, ഗബ്രി തിരിച്ചു വന്നില്ലല്ലോ, അപ്പോൾ പിന്നെ പോണ കാര്യത്തെക്കുറിച്ച് എന്താ അഭിപ്രായം എന്ന് വെറുതെ എങ്കിലും ചോദിക്കായിരുന്നു. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ.